ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. പെറ്റതള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന, പെറ്റതള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. പ്രൈസ് ഗോഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ധ്യായ വേളയിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. സങ്കീർത്തനം 103:13 പ്രകാരം പറയും, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. സ്തോത്രം, സ്തുതിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. കർത്താവ് നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. അപ്പന് മക്കളോട് എങ്ങനെയാണ് കരുണ, അതുപോലെ തൻ്റെ ഭക്തന്മാരോട് കർത്താവിന് കരുണയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 104:33 പറയുന്നു, രാഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും, ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. എൻ്റെ ആയുഷ്കാലമൊക്കെയും, എനിക്ക് കർത്താവ് തരുന്ന ആയുഷ്കാലം എത്രയെന്ന് ഞാൻ അറിയുന്നില്ല, എന്നാൽ കർത്താവ് തരുന്ന ആയുഷ്കാലമൊക്കെയും ഞാൻ എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. ഹല്ലേലൂയ. ഞാൻ യഹോവയ്ക്ക് പാടും, ഞാൻ ഉള്ളിടത്തോളം, ഞാൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം എൻ്റെ ദൈവത്തിന് ഞാൻ കീർത്തനം പാടും. കർത്താവിനെ പാടി മഹത്വപ്പെടുത്തും. ഈ വലിയവനായ ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനും നമ്മെ വിളിച്ച് വേർതിരിച്ചു കർത്താവ്. ഹല്ലേലൂയ. തൻ്റെ ജനമാക്കി നമ്മളെ തീർത്തു. പ്രത്യേകമായിട്ടും നമ്മളെ വിളിച്ച് വേർതിരിച്ചാണ് കർത്താവിനെ സ്തുതിക്കുവാൻ, അവനെ പാടി ആരാധിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, ഈ ജീവിക്കുന്ന ദൈവത്തെ ഘോഷിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചു. അവൻ നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. അപ്പന് മക്കളോട് കരുണ തന്നതുപോലെയാണ് കർത്താവിന് തൻ്റെ ഭക്തന്മാരോടുള്ള കരുണ. ഹല്ലേലൂയ. 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. നമ്മുടെ ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോൾ, വേദനപ്പെട്ടിരിക്കുമ്പോൾ, ഭാരപ്പെട്ടിരിക്കുമ്പോൾ അവൻ നമുക്ക് അടുത്ത തുണയാണ്. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാണ്. സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് മഹത്വം. മനസ്സ് തകർന്നിരിക്കുന്നവരെ ഹല്ലേലൂയ അവൻ രക്ഷിക്കുന്നു. മനസ്സ് തകർന്ന അവസ്ഥയിലായിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ കർത്താവിനെ സേവിക്കുവാൻ, മക്കളായി തീരുവാനും ദൈവം ഭാഗ്യം തരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭൂലോകമെമ്പാടും കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ മക്കളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് വിളിച്ച് വേർതിരിച്ച, തൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് മേടിച്ച മക്കൾ, ഹല്ലേലൂയ, അവരെ ഹൃദയം നുറുങ്ങിയിരുന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, നന്ദിയോടെ സ്തുതിക്കുന്നു. അവർക്കെപ്പോഴും അവൻ സമീപസ്ഥനാണ്. മനസ്സ് തകർന്നിരിക്കുവാൻ അവൻ അനുവദിക്കത്തില്ല. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. എന്നാൽ സങ്കീർത്തനം 34:19 പറഞ്ഞു, നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു,
അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടിവിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ യഹോവ സകല അനർത്ഥത്തിൽ നിന്നും അവനെ വിടിവിക്കുന്നു. ഹല്ലേലൂയ. നീതിമാൻ അനർത്ഥങ്ങളുണ്ട്, നിശ്ചയം. അവൻ ഭൂമിയിലായിരിക്കുമ്പോൾ പലവിധമായ അനർത്ഥങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. എന്നാൽ സകല അനർത്ഥത്തിൽ നിന്നും കർത്താവ് വിടുവിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം. ഇങ്ങനെ ഇത്രമാത്രം സ്നേഹിപ്പാൻ ഒരപ്പൻ നമുക്ക് സ്വർഗത്തിലുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാതൊരുവിധമായ യോഗ്യതമില്ലാതിരുന്ന സ്ഥാനത്ത് കർത്താവ് നമ്മളെ കണ്ടു. സ്വർഗത്തിലെ വലിയവനായ ദൈവം മക്കളാക്കി നമ്മളെ തീർത്തു, അവകാശികളാക്കി തീർത്തു. ഹല്ലേലൂയ. അന്ത്യത്തോളം ഹല്ലേലൂയ മക്കളെന്ന പദവിയിൽ നിൽക്കുവാൻ നമ്മളെ യോഗ്യരാക്കണമേ. കർത്താവിൻ്റെ കരുണയുള്ള കരം നമ്മുടെ മേൽ ചൊരിയണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ഹല്ലേലൂയ വല്ലാത്തൊരു കാലത്ത്, വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ആയിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നും പെട്ടുപോയി നശിച്ചു പോകാനിടവരാതെ കർത്താവിലെപ്പോഴും ആയിരിക്കാൻ, അവനോട് സഞ്ചരിപ്പാൻ, കർത്താവിനോട് പറ്റിച്ചേർന്നിരിപ്പാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കേണ്ടതിനായി നമുക്കെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ 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 സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തരുന്ന ബലത്തിനായി, ശക്തിക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അന്തെന്ന ആരോഗ്യത്തിനായി, ബലത്തിനായി നന്ദി പറയുന്നു. ഈ ഒരു ദിവസം കർത്താവ് ദാനമായി തന്നതിന് നന്ദി പറയുന്നു. യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. കർത്താവ് തന്ന ഈ ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്കുക. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ഒന്നോർത്ത് ഭാരപ്പെടാനില്ല. ഹല്ലേലൂയ. അവൻ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്, അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കരം പിടിച്ച് നടത്തുന്ന ദൈവമാണ്. അവൻ്റെ സ്നേഹം ഹല്ലേലൂയ പറഞ്ഞാൽ ഹല്ലേലൂയ അറിയിക്കാൻ കഴിയാത്ത വിധം വലുതാണ്. ഹല്ലേലൂയ. ആകാശം ഭൂമിക്കും ഉയർന്നിരിക്കുന്നത് പോലെ യഹോവയുടെ ദയ നമ്മുടെ മേൽ ഹല്ലേലൂയ നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നിന്ന് വ്യാജ സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണം, കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. ഹല്ലേലൂയ. ഓരോ ദിവസവും ഹല്ലേലൂയ കർത്താവിൻ്റെ വരവിനെ വിളിച്ച് അറിയിക്കുന്ന ഓരോ സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമ്മളെല്ലാം സഹായിക്കണം. ഹല്ലേലൂയ. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗ നല്ല കർത്താവ്, നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ് ചെയ്ത എല്ലാം നന്മകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യൂട്യൂബ് ചാനൽ കൂടി ഹല്ലേലൂയ ഹല്ലേലൂയ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവേ സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ സന്ധ്യാസമയത്ത് പ്രിയപ്പെട്ടവരെ ധാരാളം അനുഗ്രഹിക്കുമാറാകണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഒരനർത്ഥവും അനുഭവിപ്പാനിടവരരുത് കർത്താവേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ആരും കർത്താവേ ലോകത്തിൻ്റെ മഹാരംഭത്തിൽ പെട്ടുപോയി നശിച്ചു പോയിടവരാതെ എല്ലാവരും ഒരുപോലെ കർത്താവ് അനുഗ്രഹിക്കുകയും കർത്താവ് ഓരോരുത്തരെയും വിളിച്ച് വേർതിരിക്കുകയും ചെയ്യുമാറാകണമേ കർത്താവേ. നിത്യതയ്ക്ക് അവകാശികളാക്കി എല്ലാവരെയും തീർക്കുമാറാകണമേ കർത്താവേ. ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നവരെ ഏൽപ്പിക്കുന്ന കർത്താവ് സഹായിക്കണമേ. രോഗക്കിടക്കിലായിരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ആത്മീയമായി ക്ഷീണിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ കർത്താവ് ഇന്ന് രാത്രി സന്ധ്യാസമയത്ത് ആശ്വസിപ്പിക്കുമാറാകണമേ കർത്താവേ. അങ്ങ് ഞങ്ങൾക്ക് മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങൾക്ക് സകലതും തരുന്ന ദൈവമാണ്. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ കൂടെയിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങയുടെ മഹാസ്നേഹത്തിന് നന്ദി പറയുന്നു കർത്താവേ. എല്ലാ പ്രിയപ്പെട്ടവരെയും താഴ്ത്തി സമർപ്പിക്കുകയാണ്. സഭയാ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുപാടും പാർക്കുന്നവരെ ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശം ഹല്ലേലൂയ വിടുവിക്കപ്പെടുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, താഴ്ത്തി ഫലമേൽപ്പിക്കുന്നു. പ്രാർത്ഥനയാചന കേട്ടതുകൊണ്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മാനവും മഹത്വമെല്ലാം യേശു കർത്താവിന് മാത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ.